കിടപ്പ് രോഗിയായ അമ്മയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മകനും ഭാര്യയും വ്യക്തമാക്കി. 16 വർഷമായി കിടപ്പ് രോഗിയായി കൽത്തൊട്ടി കുരുവിക്കാട്ട് സുശീല രവിയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്നാരോപിച്ച് പെൺമക്കളായ സവിത, സരിത എന്നിവർ കഴിഞ്ഞ ദിവസം കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അമ്മ കട്ടിലിൽ നിന്നും വീണാണ് പരിക്കേറ്റതെന്നും താനോ ഭാര്യയോ മർദ്ദിച്ചിട്ടില്ലെന്നും മകൻ KR സനീഷും ഭാര്യ S രാധികയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സനീഷിനും കുടുംബത്തിനുമൊപ്പമാണ് സുശീല കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിക്ക് മർദ്ദനമേറ്റെന്നാണ് പെൺമക്കളുടെ പരാതി. എന്നാൽ ആ സമയം താൻ കട്ടപ്പന വള്ളക്കടവിന് സമീപത്തെ പണിസ്ഥലത്തായിരുന്നുവെന്ന് സനീഷ് പറയുന്നു. അതിന് ഏതാനും ദിവസം മുമ്പ് അമ്മ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. അതിനുശേഷം പാലിയേറ്റീവ് കെയറിൽ നിന്നുള്ളവർ വീട്ടിലെത്തുകയും പരിചരണം നൽകുകയും ചെയ്തിരുന്നു. മുൻപ് പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന് അമ്മ പറഞ്ഞിരുന്നു. ഇപ്പോൾ അക്കാര്യം മാറ്റി പറയുന്നത് പെൺമക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെന്ന് സംശയിക്കുന്നുവെന്നും ഇവർ പറയുന്നു. അമ്മയ്ക്കൊരു എന്താ പറയുക, ഇത്രയും വർഷമല്ലേ കിടക്കുന്ന ഒരാൾക്കൊരു പറയുന്നത് ഇവിടെ എന്ത് ചെയ്താലും അതൊരു തെറ്റായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവര് കയറി വന്നപ്പോഴത്തേക്കും ആ ഒരു വിദ്വേഷം വെച്ച്, ഇവരോടുള്ള ആ വിദ്വേഷം വെച്ച് എന്റെ സഹോദരന്മാരോട് പറയുന്നു ഇവള് തല്ലിയതാണെന്ന്. അങ്ങനെ ഇരിക്കെ ഈ മെമ്പറെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും പറയുന്നു ഇതെന്താ. അപ്പം മെമ്പർ ചോദിച്ചപ്പോൾ അമ്മ പറയാ ഞാൻ എന്ത് ചെയ്യണതാ നല്ല സ്വാഭാവികമായിട്ടും പറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി നോക്കുക. അതിനാരും റെഡിയായില്ല. അവര് പറയുന്നത് അവര് നോക്കിക്കൊള്ളാം, പക്ഷെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ വീട്ടിൽ ഞാൻ ഇറങ്ങിക്കൊടുക്കുവാണെങ്കിൽ അവരമ്മയെ നോക്കിക്കൊള്ളാം, അല്ലാതെ അവർക്ക് അമ്മയെ നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാനതും അംഗീകരിച്ചു കൊടുക്കാന്ന് മെമ്പറോട് പറഞ്ഞു. എന്നാലും മെമ്പർ എന്നോട് പറഞ്ഞു അതൊന്നും വേണ്ട, അങ്ങനൊന്നും വേണ്ട, നമുക്ക് നാളെ ഒരു ദിവസം കൂടി സംസാരിച്ച് പോകാന്ന് പറഞ്ഞു. സംസാരിച്ച് പോകാന്ന് പറഞ്ഞ് ആ ദിവസങ്ങളിൽ പിന്നീട് ഒരു ദിവസം സംസാരിച്ച് വന്നപ്പോ ഞാൻ എനിക്ക് ആദ്യത്തെ പെങ്ങളാണ് ആദ്യം വന്നിരുന്നത്. ഇപ്പൊ 2 പെങ്ങന്മാരുണ്ട്, തൊടുപുഴ ഒരു പെങ്ങളുണ്ട്. ഇപ്പൊ 2 പേരും പരാതിക്കാരാണ്. ഇവർ 2 പേരും എന്നും എന്റെ വീട്ടിൽ കൊണ്ടുണ്ട്, അന്നെല്ലാം എന്റെ വീട്ടിൽ അലമ്പാ. അപ്പൊ ഞാൻ അന്നേരം ഉദ്ദേശിച്ച് ഇവര് സ്വത്തിന് വേണ്ടിയാണെന്നുള്ളത് എന്റെ മനസ്സിലില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ 2ാമത്തെ പെങ്ങളോട് വന്നെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവര് എന്നെ സ്വത്ത് വകകൾക്ക് വേണ്ടിയാണ് ഇരുവരും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നതെന്നും സനീഷ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.